ഹമൂദി വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോസും കണ്ടിട്ട് കുറച്ചാൾ ആയല്ലെന്നിപ്പോ നിങ്ങൾ കുറച്ചു പേരെങ്കിലും ചിന്തിക്കുന്നില്ലേ? നിങ്ങളെ പോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ച് മെസ്സേജ് അയച്ചും പിന്നെ നമ്മൾ കാണുമ്പോഴൊക്കെ നേരിട്ട് കാണുമ്പോഴൊക്കെ ചോദിക്കും, എന്താ നിങ്ങൾ വീഡിയോസ് ചെയ്യാത്തത്, നല്ല രസമായിരുന്നല്ല, കാണാൻ കൊള്ളാമായിരുന്നല്ല, നിങ്ങൾ എന്ത് സ്റ്റോപ്പ് ചെയ്തത്? സംഭവം വേറെ ഒന്നുമില്ല, വലിയ കാരണങ്ങളൊന്നുമില്ല. എൻ്റെ കൈ ചെറിയൊരു ഫ്രാക്ചറായി, അങ്ങനെ കുറച്ചു നാൾ അങ്ങനെ പോയി. പിന്നെ നമ്മളെ വണ്ടിയില്ലേ മെഴ്സറീസിന് ചെറിയ ഒരു എഞ്ചിൻ പണി ഒന്ന്, അങ്ങനെ അതിന്റെ പിറകെ കുറച്ചു നാൾ അങ്ങനെ അങ്ങ് പോയി. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ വീഡിയോസ് ചെയ്യാനും പറ്റാതായിപ്പോയി. അതുമല്ലേ ഇവർക്ക് എല്ലാവർക്കും മടി, വീഡിയോസ് ചെയ്യാനായിട്ട് വിളിച്ചാ വരൂല. അങ്ങനെയൊക്കെ ആയപ്പോ വീഡിയോസ് ചെയ്തു. പിന്നെ കുറച്ചു പേർക്ക് പനി, ഇവർക്ക് പനി, ഒരാൾക്ക് മാറുമ്പോ വേറൊരാൾക്ക്, അങ്ങനെയൊക്കെ ആയപ്പോ വീഡിയോസ് ചെയ്യാൻ പറ്റാതായിപ്പോയി. നമ്മളുടെ ഈ കുഞ്ഞു ഫാമിലിയെ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞതിൽ തന്നെ വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. സത്യം പറയാല്ല, ഭയങ്കര നമ്മളെ ഒരു എന്താണ് പെട്ടെന്നൊരു മനസ്സിൽ നിന്ന് ഒരു വല്ലാത്തൊരു സന്തോഷം. നിങ്ങൾ എല്ലാവരും നമ്മളെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മളെ ഫാമിലിയെ, നമ്മളെ വീഡിയോസും നമ്മളെ ചെയ്യുന്ന ക്യാരക്ടറായാലും എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ വല്ലാത്തൊരു സന്തോഷം. ഇത്രയും പ്രതീക്ഷിച്ചിട്ടായിരുന്നില്ല ഞങ്ങൾ വീഡിയോസ് ഇട്ട് തുടങ്ങിയത് തന്നെ. ഗായ്സ്, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും നല്ല കിടിലൻ വീഡിയോസ് ചെയ്തിരിക്കും. മെസ്സേജ് അയച്ചും വിളിച്ചൊക്കെ ചോദിച്ചപ്പോഴേ ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങൾ നമ്മളെ വീഡിയോസ് കാണാതായപ്പോൾ നമ്മളെ തിരക്കിയല്ല, എന്തായാലും നിങ്ങൾ ആ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ നമ്മളെന്ത് വീഡിയോസ് ചെയ്യാത്തതെന്ന് പറഞ്ഞ് തിരക്കിയത്. മെസ്സേജ് അയച്ച് ചോദിച്ചു, ഒരുപാട് പേര് വിളിച്ച് ചോദിച്ച് എന്ത് പറ്റി വീഡിയോസ് ചെയ്യാത്തെന്ത്. അതൊക്കെ കേട്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. പുറത്തു പോയപ്പോഴും നമ്മൾ അറിഞ്ഞു തുടങ്ങി എന്നതിലുണ്ടല്ലോ വളരെയേറെ സന്തോഷമുണ്ട്. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളെ മുന്നിൽ നമ്മൾ വരും. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്ത് കമന്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമ്മളെ വീഡിയോസ് കൊള്ളാമെങ്കിലും കൊള്ളൂലെങ്കിലും എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ചെയ്യണമെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ ചാനൽ തുടങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത എല്ലാവരെയും പോലെ തന്നെ ചാനലിൽ യൂട്യൂബിൽ ഇതേപോലെ കണ്ടിട്ട് വീഡിയോസ് ചെയ്യുന്നത് കണ്ടിട്ട് നമുക്ക് ഒരു ആഗ്രഹം തോന്നി, കൊച്ചുങ്ങളെ വീഡിയോസ് ഒക്കെ ചെയ്യണമല്ലോ എന്നൊരു ആഗ്രഹം തോന്നിയിട്ട് ചെയ്തതാണ്. സംഭവം നമ്മൾ ചെയ്തപ്പോൾ എല്ലാവരും നമ്മളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് കൊള്ളാമെന്ന് പറഞ്ഞ്, കുഴപ്പമില്ലെന്ന് പറഞ്ഞ്, അതൊക്കെ കൊണ്ട് ആ ഒരു ഇൻസ്പിറേഷൻ വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ തുടർന്നും ഇനി നമ്മൾ കുറച്ചൊരു ബ്രേക്കപ്പ് ആയെങ്കിലും തുടർന്നും ഇൻഷാ അല്ലാഹ് നമ്മൾ വീഡിയോസ് ചെയ്യും. നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ ചാനൽ തുടങ്ങിയതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഒരു ഐഡന്റിറ്റി, അതല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ ആരായാലും നമ്മൾ എവിടെ ചെന്നാലും, നമ്മളെ ഈ ഫാമിലി നമ്മൾ 4 പേരും കൂടെ എവിടെ ചെന്നാലും നമ്മളെ ഒന്ന് അറിയണം എന്നുള്ളൊരു, എല്ലാവരും ഒന്ന് അറിയണം എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവൂലേ. നമ്മൾ എവിടെയായാലും ഇപ്പോൾ ഒരു ഓപ്പൺ പ്ലേസിൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ തന്നെ ഇതേപോലെ ഒരു ബീച്ച് സൈഡിലായാലും ചെല്ലുമ്പോൾ എല്ലാവരും അയ്യോ അത് ഹമ്മൂദി വ്ളോഗിൽ ചാനലിൽ ആ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ എന്നുള്ളൊരു ഭാഗം വന്ന് പറയാൻ നേരത്തെ അവർക്ക് നമുക്ക് വല്ലാത്തൊരു ഫീലാണ്, ഭയങ്കര ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ അത് തന്നെയാണ് നമ്മളെ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമത്തെ കാര്യം അതാണ്. നമ്മളെ വീഡിയോസ് കണ്ടിട്ട് നമ്മളെ എവിടെ വെച്ച് കണ്ടാലും ഒരു ഐഡന്റിറ്റി, നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. എല്ലാവരും നമ്മളെ കണ്ടുടനെ ഒന്ന് വിഷ് ചെയ്യണം, കാണണം, മിണ്ടണം, സഹകരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് ഈ ചാനൽ എന്തെങ്കിലും ഒരു കാലത്ത് വളർന്ന് എന്തെങ്കിലും ഒരു നമ്മൾ ഇതിൽ നിന്നൊരു ഇൻകം, എന്തെങ്കിലും ഒരു റവന്യൂ ഒക്കെ കിട്ടി തുടങ്ങിയാൽ ഇൻഷാ അല്ലാഹ് നമ്മളാൽ കഴിയുന്ന, ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്, ഒരുപാട് സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ട് പറയുന്നതല്ല, ഒരുപാട് പാവങ്ങൾക്കൊക്കെ നമ്മളാൽ കഴിയുന്ന, നിങ്ങൾക്ക് അറിയാലോ ഒരു ഓട്ടോക്കാരന്റെ അവസ്ഥയും ഒരു ഓട്ടോക്കാരന്റെ ജീവിതവും ഒരു ഓട്ടോക്കാരന്റെ വീട്ടിലെ സാഹചര്യങ്ങളും, കുട്ടികളെ പഠിത്തം, പിന്നെ അവർക്കുള്ള അസുഖങ്ങൾ, ബാക്കി കാര്യങ്ങൾ, പിന്നെ കടം, പിന്നെ ഒരേ പ്രശ്നങ്ങൾ, ഡെയിലി ഓരോ പ്രശ്നങ്ങളാണ്. എന്തെങ്കിലും ഒരു 50 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 25 രൂപ വരെ ചിലവ് എന്തായാലും വരാതിരിക്കത്തില്ല. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ എന്നാൽ കഴിയുന്ന ഞാൻ ഒരുപാട് പേർക്ക് എന്തെങ്കിലുമൊക്കെ എന്നാൽ കഴിയുന്ന ഞാൻ സഹായിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ സഹായങ്ങളായ. അതും തുടർന്ന് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. നമ്മളെ എനിക്കറിയാവുന്നതിൽ തന്നെ ഒരുപാട് പേര് ക്യാൻസർ പേഷ്യൻസിലായാലും അല്ലാതെയൊക്കെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ആയാലും ഉണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ കുറച്ച് സഹായങ്ങൾ ചെയ്യണമെന്നുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും ഇതേപോലെ ഒരു നമ്മളെ ചാനൽ വളർന്ന് എന്തെങ്കിലും ഒരു ലെവലിൽ എത്തുമ്പോൾ നമുക്ക് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല.
നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണൊക്കെ ഇരിക്കും. അപ്പം നമ്മളെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം, ഇൻസ്റ്റയിലും ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറക്കരുത് ലൈക്ക് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളെ കമന്റ് എന്തുണ്ടെങ്കിലും രേഖപ്പെടുത്താം. നിങ്ങൾ നമ്മളിപ്പോ വീഡിയോസ് കൊള്ളൂലെങ്കിലും പറയാം, കൊള്ളാമെങ്കിലും പറയാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ ഒരു ഇമ്പ്രൂവ്മെന്റ് വേറെ എന്തെങ്കിലും കൂടെയൊക്കെ ആഡ് ചെയ്യണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് എന്ത് വേണോ നിങ്ങൾക്ക് പറയാം. അതിലൊന്നും ഒരു വിഷയമില്ല. നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതിൽ അത്രയും വലിയ സന്തോഷം മാത്രമേ ഉള്ളൂ. ഗായ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഗായ്സ് നമ്മളെ വീഡിയോസ് എല്ലാവരും തുടർച്ചയായിട്ടും കാണാൻ ശ്രമിക്കണമേ. പറഞ്ഞതുപോലെ സപ്പോർട്ട് ഉണ്ടാവണേ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും, ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇനി തുടർച്ചയായിട്ട് ഇട്ടിരിക്കും. പിന്നെ എന്റെ കാര്യം അറിയാമല്ലോ, നമ്മൾ വണ്ടി ഓടാൻ പോകാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കൂല. അതിന്റെ ഇടയിൽ എന്തായാലും നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. ഇത്രയും നാള് നമ്മളെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയും നമ്മളെ വീഡിയോസ് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം എല്ലാവരുടെയും നമ്മളെ ഫ്രണ്ട്സിന്റെ ഒക്കെ ചാനലിലെ പോലെ തന്നെ യൂട്യൂബ് ചാനലിലെ പോലെ തന്നെ നമ്മളെ ചാനലിലും സപ്പോർട്ട് ചെയ്യുന്നവർക്കും നല്ല കമന്റിനും നമ്മൾ ഉടനെ തന്നെ ഗീവ് അവേ ഒക്കെ വെക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ചാനൽ ഫോളോ ചെയ്ത് വെച്ചിരുന്നാലേ നിങ്ങൾക്ക് ഗീവ് അവേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഗീവ് അവേ വെക്കുന്നതായിരിക്കും. നമുക്ക് എന്ത് സന്തോഷം ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ഡ്രസ്സ് എടുത്താലും എന്ത് ചെയ്താലും നിങ്ങൾക്കൂടെ ഒരാൾക്ക് കമന്റ് ചെയ്യുന്നവർക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കൂടെ എന്തായാലും ഒരു സമ്മാനം നിങ്ങൾക്ക് ഒരു ജോഡി ഡ്രസ്സ് എടുക്കാനുള്ള പൈസ എന്തെങ്കിലുമൊക്കെ നമ്മൾ സമ്മാനം തരുന്നതായിരിക്കും. നമ്മളാ കഴിയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഇതുവരെ നമ്മളൊരു സ്റ്റേജ് ആയില്ല. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്നത് നമ്മളിപ്പോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അപ്പൊ അടുത്ത വീഡിയോസിൽ കാണാം. അപ്പൊ വീണ്ടും കാണും വരേക്കും ബൈ ബൈ. ബൈ ബൈ.